മറ്റു ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, വിവിധ കക്ഷി നേതാക്കന്മാർ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവികസന പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ പങ്കുവഹിക്കുന്ന വ്യക്തികളെ, ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരെ, സഹമെമ്പർമാരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഗ്രാമവാസികളെ, സഹോദരി സഹോദരന്മാരെ, രക്ഷകർത്താക്കൾ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഒരു ആസ്ഥാന മന്ദിരത്തിന് കാലഘട്ടത്തിനനുസൃതമായി ഈ ആധുനിക ലോകത്ത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി ആദരണീയനായ നമ്മുടെ MLA മുൻ വർഷം അദ്ദേഹത്തിൻ്റെ ലഭ്യമാകുന്ന MLA ADS ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 കോടി രൂപയിൽ 2,63,00,000 രൂപയാണ് നമ്മുടെ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത്, കെട്ടിടത്തിന് വേണ്ടി മാത്രം. ആ മറ്റു പഞ്ചായത്തിന് തുല്യമായി 5 കോടിയെ വിവിധ പഞ്ചായത്തുകൾക്ക് തുല്യമായി കൊടുക്കാതെ നമ്മുടെ പഞ്ചായത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഈ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ളൊരു കെട്ടിടം ഉണ്ടാകണം എന്നുള്ള ഇവിടുത്തെ പൗരാവലിയുടെ ആവശ്യവും MLAയുടെ ദീർഘവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി, ഗ്രാമവാസികൾക്ക് വേണ്ടി MLAയുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും നടന്നു പോരാനുണ്ട്. വിവര സാങ്കേതിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നമ്മുടെ നാട് നേടിയിട്ടുണ്ടെങ്കിൽ തന്നെയും തൊട്ടടുത്തിരിക്കുന്ന റോസ്മേരി ലോറൻസിനെ വിളിക്കുന്നത് പോലെ അന്യദേശത്തുള്ള നമ്മുടെ സഹോദരനെയോ സഹോദരിയോ ബന്ധുമിത്രാദികളൊക്കെ ഈ നിമിഷം ഇവരുടെ വിളിക്കാൻ സാധിക്കും. എന്നിരുന്നാലും അടിസ്ഥാന പ്രശ്നങ്ങളായ കുടിവെള്ളവും വെളിച്ചവും വഴിയും ഗതാഗത യോഗ്യമാക്കുന്ന ഇത്തരം മേഖലകളിൽ കുടിവെള്ളം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും നമുക്കൊരു പൂർണ്ണതോതിൽ നമുക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല. കുടിവെള്ളം ഒരു കിട്ടാക്കനിയായിരുന്നു. MLA വരുന്നതിന് മുമ്പ് ഒട്ടനവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച ഒരു നാടാണ് കുടിവെള്ളത്തിൻ്റെ പേര്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് MLAയുടെ ദീർഘവീക്ഷണത്തിന് ഫലമായി അത് നമ്മുടെ മണ്ഡലത്തിൽ, നമ്മുടെ നായകലത്തിൽ, നമ്മുടെ വാർഡുകളിൽ അത് ഏകദേശം അതിൻ്റെ എല്ലാം വാർഡിൽ എത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം അതിന് ചെയ്തു കഴിഞ്ഞു. എന്നിരുന്നാലും ഒട്ടനവധി റോഡിൻ്റെ അവസ്ഥ